CPM-ന്റെ വിളപ്പിൽശാലയിലുള്ള EMS അക്കാഡമിയിലും AKG സെന്ററിലും അതുപോലെ തന്നെ സഖാവ് MA ബേബിയും സഖാവ് ഗോവിന്ദൻ മാഷും കൃത്യമായി എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ വളരെ കൃത്യമായ നോട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്, ഇനിയിപ്പോൾ അത് താഴെ തലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വരും. ഏരിയ തലങ്ങളിലേക്കുള്ളവരെ സിനിമാ തിയേറ്ററുകളിൽ വിളിക്കും, അല്ലാത്തവരെ മറ്റ് സ്ഥലങ്ങളിൽ വിളിച്ചിട്ട് അവരെ ഏരിയ തലം വരെയുള്ള ആളുകളെ നേരിട്ട് സംസ്ഥാന നേതാക്കൾ വിശദീകരിക്കും. അത് കഴിഞ്ഞ് താഴെ പിന്നെ ഏരിയ നേതാക്കളും ജില്ലാ നേതാക്കളായിരിക്കും, റാഞ്ചി വരെയുള്ള ആളുകളെ വിശദീകരിക്കും. പിന്നെ പബ്ലിക് ജാഥകളും ഉണ്ടാകും, പൊതു പ്രചരണം, പിന്നെ ഹൗസ് ഗൃഹസന്ദർശനം. 3 പരിപാടിയാണ് CPM എപ്പോഴും ചെയ്യുന്നത്. ഒന്ന് ഗൃഹസന്ദർശന പരിപാടി, വീട് വിടാന്തരം പോലുള്ള പരിപാടി, വാഹന പ്രചരണ ജാഥ, കാൽനട ജാഥ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പാർട്ടി സഹാക്കളെ വിളിച്ചുകൂട്ടി ഇത് ബോധ്യപ്പെടുത്തുന്നത്. അതിൽ പാർട്ടി സഹാക്കളെ വിളിച്ചുകൂട്ടി ബോധ്യപ്പെടുത്തുന്നതിന്റെ ക്യാപ്സൂൾ റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ആക്ഷേപ ഹാസ്യ പരിപാടിയായിട്ട് വേണമെങ്കിൽ കാണാം. ഇത് വളരെ സീരിയസ് ആയിട്ട് ആരും എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആമുഖം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. നവ ലിബറലിസത്തിന്റെയും സ്വകാര്യ മൂലധന ശക്തികളുടെയും കുത്തക മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വ സർവാധിപത്യത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെയും കോർപ്പറേറ്റിന്റെ ലോകത്ത് വർഗഘടനയുടെ വർഗാധിഷ്ഠിത സർവാധിപത്യ തൊഴിലാളി വർഗ ജനാധിപത്യ ജനകീയ സംഘടന രൂപപ്പെടുമ്പോൾ, അങ്ങനെയാണ് ഈ സംഘടന നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രൂപപ്പെടുമ്പോൾ വർഗാധിപത്യവും കൊളോണിയൽ ചിന്താസരണികളും രൂഢമൂലമാകുന്ന ചിന്താ പദ്ധതികളും സംഗമിക്കും. ഈ ത്രിവേണി സംഗമം പോലെ ഈ 3 കാര്യങ്ങൾ വന്ന് സംഭവിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ലോക സാമ്രാജ്യത്വ ശക്തികളെല്ലാം കൂടി ഇങ്ങനെ സംഗമിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ സർവാധിപത്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കോർപ്പറേറ്റിന്റെയും ലിബറലിസത്തിന്റെയും കൂടി നവലിബറലിസവും കൂടി വന്ന് സംഗമിക്കുമ്പോൾ ഒരു ത്രിവേണി സംഗമം അവിടെ രൂപപ്പെടും. അവ റാഡിക്കലായ ഒരു മാറ്റമല്ല, പ്രതിക്രിയാവാദത്തിൽ അധിഷ്ഠിതമായ കൊളോണിയലിസത്തിന്റെ പുതിയ രൂപങ്ങൾ സോഷ്യലിസത്തെ കയറ്റിയിറക്കും. അവിടെയാണ് നമ്മുടെ വിഷയം. നമ്മുടെ സോഷ്യലിസം, ജനകീയ ജനാധിപത്യ സോഷ്യലിസം പറയുന്ന നമ്മുടെ പാർട്ടിയിൽ ഈ സോഷ്യലിസത്തെ കയറ്റിയിറക്കുന്ന ഘടകങ്ങളാണ് ഞാനിവിടെ സഖാക്കളെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ജാതിമത വർഗ ബഹുജന സംഘടനകളുടെ മൂരാച്ചികളുടെയും പിളർക്കപ്പെട്ട വൈരുദ്ധ്യാത്മക ഭൗതികവാദികളുടെയും ഭൗതികവാദികൾ പറയുന്നവർ തന്നെ പിളർക്കപ്പെട്ട പോലെ നമ്മൾ പല ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അത് തന്നെ ജനകീയ ജനാധിപത്യമെന്നും സർവാധിപത്യമെന്നും തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗത്തിൽ നിൽക്കുന്നതിൽ പെടുന്ന നമ്മൾ താൽക്കാലികമായി രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമായി ഭരണകൂടം മാറും. അപ്പൊ ഇങ്ങനെ ഭരണകൂടത്തെ ഇങ്ങനെ മാറുന്നിടത്താണ് നമ്മുടെ ചിന്താക്കുഴപ്പം രൂഢമൂലമാകുന്നത്. അപ്പൊ നമ്മുടെ സഖാക്കളുടെ ചിന്താക്കുഴപ്പം രൂഢമൂലമാകുന്നത് അത് സ്വാഭാവിക മാത്രമായിട്ടുള്ള പ്രക്രിയയാണ്. വർഗസംഘർഷങ്ങളുടെ മൂലകാരണം ഉഗാണ്ടയിൽ നിന്ന് നമുക്ക് തുടങ്ങണം. സാമ്രാജ്യത്വം ഉണ്ട് മുന്നിലെത്തുമ്പോൾ ഡവർക്ക ചവർക്ക പവർക്ക തവർക്ക ചിന്താ പദ്ധതികളുടെ, അതാണ് അതിന്റെ ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞ സംഗമം. അവിടെയും ഒരു സംഗമം ഉണ്ടാവും. അപ്പൊ ഈ രണ്ടും ഒന്നും ഉണ്ടാവും. പക്ഷെ അതവിടെ നിൽക്കൂല. നമ്മളിപ്പോ ചരിത്രം പരിശോധിക്കണം. അപ്പൊ ഇവിടെ എന്ത് തോറ്റു എന്ന് നോക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ആത്യന്തിക ലക്ഷ്യമല്ല. പാർലമെന്ററി ജനാധിപത്യം നമുക്കൊരു ആത്യന്തിക ലക്ഷ്യമേ അല്ല. അതുപോലെ തന്നെ സകലവിധ മൂരാച്ചികളുടെയും സാമ്രാജ്യത്വത്തിന്റെയും കോർപ്പറേറ്റിന്റെയും ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെയും ഈ യുഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഭരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സംസ്ഥാനം ഭരിക്കുന്നതാകട്ടെ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്നതാവട്ടെ, ഭരിക്കാൻ കിട്ടുന്നവരാവട്ടെ, അവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല. അവർ കമ്മ്യൂണിസ്റ്റുകാരാകാൻ പറ്റുകയുമില്ല. അതുപോലെ തന്നെ 1947-17 റഷ്യൻ വിപ്ലവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റഷ്യൻ വിപ്ലവം വന്നിട്ട് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും നടപ്പിലാക്കിയപ്പോൾ സോവിയറ്റ് റഷ്യയിൽ നമ്മൾ പരാജയപ്പെട്ടില്ലേ? അങ്ങനെ റഷ്യ പല കഷ്ണമായി. ഇനി നമ്മൾ അവിടെ നിന്ന് പോയാൽ 91 വരെ ലോകത്ത് ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായി. അതിന് പിന്നെ 57 വേണം നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ. 1957 കേരളത്തിലെ സർക്കാരിനെ ആഗോള അടിസ്ഥാനത്തിലുള്ള സാമ്രാജ്യത്വ CA ശക്തികളിൽ നിന്ന് തോപ്പിച്ചിട്ടും നമ്മൾ തോറ്റോ? 67 നമ്മൾ വീണ്ടും ഉണ്ടായില്ലേ? 67 പാർട്ടിയുടെ പിളർപ്പിന് ശേഷം നമ്മൾ വീണ്ടും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് സഖാക്കൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സഖാക്കളുടെ ഈ ചിന്തയിൽ നിന്ന് വേണ്ടേ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലയോ എന്ന് വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ പോളണ്ടിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹംഗറിയിലേക്ക് നമ്മൾ നോക്കണ്ടേ? അതുപോലെ തന്നെ ചെക്കോസ്ലോവേക്കിയയിൽ ആരെങ്കിലും നോക്കിയായിരുന്നു ഇവിടെ ഇരിക്കുന്ന സഖാക്കൾ ആരെങ്കിലും? റൊമാനിയയിലും ബൾഗേറിയയിലും കിഴക്കൻ ജർമ്മനിയിലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? നമ്മുടെ സഖാക്കൾ എന്താണ് അത് മനസ്സിലായി. പടിഞ്ഞാറ് യൂറോപ്പ് നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം ഉണ്ടായിട്ട് ആരെങ്കിലും പിരിച്ചുവിട്ടോ പാർട്ടിയെ? അവിടെ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ എന്ത് ജനപിന്തുണയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. ഉത്തര കൊറിയയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഉത്തര കൊറിയയുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഏഷ്യയിലേക്ക് വരാം. ഏഷ്യയിലേക്ക് വന്നത് തന്നെ മാവോസത്വം കൊണ്ടല്ലോ. 1949 മാവോസത്വം ഭരണത്തിൽ പിന്നെ വിയറ്റ്നാമിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ തോറ്റത് എങ്ങനെയാണ് അയൽക്കൂട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിയറ്റ്നാമിൽ 1957 ശേഷം ഏകീകൃത കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായത് സഖാക്കളെ രോമാഞ്ചം കൊണ്ടിരിക്കണ്ടേ? നമുക്കത് മനസ്സിലാകാതെ മുന്നോട്ട് പോകാം. കൊറിയയിൽ കിൽമുസും നിന്നും കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ടുപോകുന്നില്ലേ? 25 CPIയും
64 CPM ഉണ്ടായതിനു ശേഷവും പിന്നെ നേപ്പാളിൽ 2008 നമുക്ക് വലിയ രാഷ്ട്രീയ ശക്തിയാവാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ 2008 നിന്ന് 2025 എത്തുമ്പോൾ താൽക്കാലികമായി നമ്മൾക്കുണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ 67 ലക്ഷം വോട്ടിൽ നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ 80 ലക്ഷമായി കൂടുകയാണ് സഖാക്കളെ ചെയ്തിരുന്നത്. ഒരു കാരണവശാലും തോറ്റു എന്ന് പറയില്ല. പിന്നെ നോക്കൂ, നിങ്ങൾ ക്യൂബയിലേക്ക് നോക്കൂ. ക്യൂബയിൽ 1959 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫിഡൽ കാസ്ട്രോ നേതൃത്വത്തിൽ തുടർച്ചയായി ഭരിക്കുന്നു. അപ്പൊ ആ സാർവദേശീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ദേശീയ, സംസ്ഥാന, പ്രാദേശിക, ജില്ലാ പഞ്ചായത്ത്, വില്ലേജ്, ഗ്രാമസഭ, അയൽക്കൂട്ട കമ്മ്യൂണിസത്തെ വിലയിരുത്താൻ, ചർച്ച ചെയ്യുക. അതുപോലെ ആഫ്രിക്കയിൽ അങ്കോള, മൊസാംബിക്, എത്യോപ്യ, എത്ര രാജ്യങ്ങളാണെന്ന് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഭരണകൂടങ്ങൾ വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ 91 സോവിയറ്റ് യൂണിയൻ തകർന്നു പോയെങ്കിലും ചൈനയും വിയറ്റ്നാമും ക്യൂബയും ഒക്കെ ഉത്തര കൊറിയയും ഒക്കെ ഇപ്പോഴും വളരെ വലിയ രൂപത്തിൽ നിൽക്കുന്നില്ലേ. 24-25 നിങ്ങൾ എടുത്തു നോക്കൂ. സാമ്രാജ്യത്വ ശക്തികളുടെ ചൂഷക വർഗത്തിന്റെ പൊതുമുതലായി നിൽക്കുന്ന അമേരിക്കയിൽ പോലും നമ്മൾ വലിയ നേട്ടമുണ്ടാക്കി എന്നുള്ളത് ചെറുതായി കാണാൻ പാടില്ല. അമേരിക്കയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ പാർട്ടി വിജയിച്ചിട്ടുണ്ട്. അത് ആഗോള അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചിന്താസരണിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ ചിലിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 25 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിനടുത്ത് നമ്മൾ എത്തി. അതുപോലെ തന്നെ പിന്നെ മറ്റ് പ്രാദേശികമായിട്ടുള്ള വിവിധ സ്റ്റേറ്റുകളിൽ നമുക്ക് വളരെ വലിയ തോതിലാണ് എത്തിക്കേറാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തോൽവി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സൂചിപ്പിച്ച സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ജനകീയ ജനാധിപത്യ വിപ്ലവം നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമേ അല്ല. അവിടെ നമ്മൾ തോൽക്കും ജയിക്കും എല്ലാം നമ്മൾ അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളെയാകെ പാവപ്പെട്ട വർഗ ബഹുജന സംഘടനകളുള്ള തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സകല ജനങ്ങളെയും വനിതകളെയും സ്ത്രീകളെയും കുട്ടികളെയും ആബാലവൃത്ത ജനങ്ങളെയും എല്ലാവരെയും ഒരു ചിന്താസരണിയിലേക്ക് കൊണ്ടുവന്ന് സോഷ്യലിസ്റ്റ് പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തോറ്റുപോയതോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നമുക്ക് ഇല്ലാത്തതോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനിയും ധാരാളം ചൈനയിലെയും വിയറ്റ്നാമിലെയും ഉത്തര കൊറിയയിലേക്കും നമ്മൾ നോക്കണം. ഒരു കാരണവശാലും തൊട്ട് താഴെയുള്ള പഞ്ചായത്തിന്റെ വാർഡിൽ നിങ്ങൾ നോക്കിയിട്ട് പറയരുത് നമ്മൾ തോറ്റുപോയെന്ന്. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ചൈനയിൽ നോക്കൂ, ഉത്തര കൊറിയയിൽ നോക്കൂ, ക്യൂബയിൽ നോക്കൂ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്തുകൊണ്ട് വളരാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ ലോക്കൽ ബോഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോഴാണ് ഒരു സഖാവ് എഴിച്ചു വെച്ച് സഖാവെ ഈ പറഞ്ഞതെല്ലാം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സഖാവിന് എന്തോ കുറവുള്ള ഏരിയ കമ്മിറ്റി വരെ ഇരിക്കുന്ന ആളുകളാണ്, അവർക്ക് എന്തോ കുറവുണ്ടെന്നോ അപ്പൊ എല്ലാം മനസ്സിലായി. പക്ഷെ എന്നാലും സഖാവ് നമ്മൾ തോറ്റ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും ഇതിനാവശ്യമായ നയരേഖ ഉണ്ടാക്കുകയാണ്. ഈ നയരേഖ ഉണ്ടാക്കിയാൽ നമ്മൾ ബ്രാഞ്ച് കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടി കോൺഗ്രസ് വരെ ചർച്ച ചെയ്ത് പാർട്ടി കോൺഗ്രസിൽ കരട് നയരേഖയായി വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സഹാക്കൾക്കും അത് കിട്ടും. ഇനി ആർക്കെങ്കിലും കിട്ടാതിരിക്കുകയാണെങ്കിൽ ദേശാമാനിലും ചിന്തയിലും നമുക്ക് എഴുതി വരും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്കയും കുറിച്ച് പഠിച്ച് പോയതുപോലെ നമ്മളൊരു നിരന്തരമായി നടക്കുന്ന ഒരു പഠന പ്രക്രിയയാണ് മാർക്സിസം ലെനിനിസം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഓരോ സഖാവിന്റെ നിലനിൽപ്പ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്താണെന്നുള്ളതിനൊക്കെയുള്ള കൃത്യമായ ഉത്തരം നമുക്ക് തന്നെ കിട്ടും. ആ ഒരു വിശദീകരണ യോഗത്തിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ സഖാവിന് മനസ്സിലായില്ല തോന്നുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം. സാർവദേശീയ, ദേശീയ, പ്രാദേശിക, സംസ്ഥാന, പ്രാദേശിക, അയൽക്കൂട്ട തലം വരെ എത്തുന്ന വർഗ ബഹുജന സംഘടനകളുടെ വർഗാധിപത്യത്തിലൂന്നിയ താത്വികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രതിക്രിയാവാദങ്ങൾ കൊണ്ടുവന്ന് അതിനെ തടസ്സപ്പെടുത്താതെ ഈ ആഗോളവൽക്കരണ, കോർപ്പറേറ്റ്, സോഷ്യലിസ്റ്റ് ചിന്താശരണയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു പുതിയ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികളെ വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും നമ്മൾ കാലാകാലങ്ങളിൽ ഇഷ്ടം പോലെ തലോടിയെങ്കിലും രണ്ടുപേരും കൂടെ നിന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചത് കൊണ്ട് നമുക്ക് ആ വർഗീയത രണ്ടിനെയും തുറന്ന് കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെയും കോൺഗ്രസിന്റെയും എല്ലാം ഈ ഒരു വർഗീയതയെ തുറന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ഇടതുപക്ഷ മതേതര ജനാധിപത്യ സഖ്യത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ സഖാവിന് മനസ്സിലായല്ലോ, മനസ്സിലായി. അപ്പൊ നാളെ ഇനി അടുത്ത് ഇതിന്റെ ഭാഗമായി സംഘടന എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അടുത്ത സഖാവ് സംസാരിക്കും. ഇതും കൊണ്ട് വേണം നിങ്ങൾ താഴേക്ക് പോകാൻ.